മഷ്റൂം പാസ്തയാണ്, ഒരു ക്രീമി ചിക്കൻ മഷ്റൂം പാസ്ത. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഇത് പാസ്ത, ബോയിൽ ചെയ്ത പാസ്ത. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ, മഷ്റൂം, പിന്നെ ഇതെല്ലാം കൂടെ ബട്ടറിൽ സോട്ട് ചെയ്തതാണ്. അതിലൊരു കുറച്ച് ഒരു പിഞ്ച് പെപ്പർ, പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ ചോപ്പ് ചെയ്ത ഗാർലിക്, പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത ഓണിയൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം പാനിലേക്ക്. ആക്ച്വലി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടാണ് ഇപ്പൊ ഈ ചെയ്യുന്നത്. വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ചിക്കൻ ആദ്യം ബോയിൽ ചെയ്യാം. ചിക്കൻ ബോയിൽ ചെയ്ത വാട്ടറാണത്, അത് നമുക്ക് യൂസ് ആവും. നമ്മളത് ചിക്കൻ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60% ബോയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഈസി ആയിട്ട് കുക്കായി വരും. ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതാകുമ്പോൾ പൊട്ടി പോകത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചൂടായി വന്ന ബട്ടറിലേക്ക് കുറച്ച് ഗാർലിക് ആഡ് ചെയ്തു. ഗാർലിക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഓണിയൻസ് കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് കൂടെ. ഓൾറെഡി നമ്മൾ സോൾട്ട് എപ്പോഴും ബോയിൽ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ശകലിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, പാസ്തയിൽ, ഇതിലെല്ലാത്തിലും നമ്മൾ കുറച്ച് സോൾട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്യാം, ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ പല ആൾക്കാർ പല രീതിയിലായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചില ഐറ്റംസ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ടോ ആഡ് ചെയ്യും. പിന്നെ പാസ്ത ആക്കുന്ന സമയത്തും അതിൽ കുറച്ച് ആഡ് ചെയ്യും. അപ്പോൾ പല ആൾക്കാർ പല ടൈപ്സിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ മഷ്റൂമൊക്കെ ഇപ്പോൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പിന്നെ എനിക്ക് ആ മഷ്റൂം നമ്മൾ ആ പാസ്ത കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം. അപ്പോൾ അത് ചെറുത് മഷ്റൂം എപ്പോഴും ചിക്കൻ ടോസ്റ്റ് ചെയ്യുമ്പോൾ മഷ്റൂം ഒരു ചിക്കൻ ഒരു നമ്മൾ ടോസ്റ്റ് ആയിട്ട് ഒരു 80%, 80% കുക്ക് ആയതിനു ശേഷം മാത്രമേ മഷ്റൂം ഇടാവൂ. കാരണം മഷ്റൂമിന് പെട്ടെന്ന് വേവും. മഷ്റൂം പെട്ടെന്ന് വേവും എന്ന് പറഞ്ഞാൽ മഷ്റൂം നോക്കി ഇടാവുന്നത്. അതിൻ്റെ ഈ ചിക്കൻ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മഷ്റൂം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഷ്റൂം നല്ല വാടി കുഴഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ പോകാൻ ചാൻസ് ഉണ്ടാവും. എപ്പോഴും ഈ ബട്ടറും ഗാർലിക്കും ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒണിയൻ വന്നോണ്ടാണ് ശരിക്കും ബട്ടറും ഗാർലിക്കും ഇതിന്റെ ഒരു തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് ഏകദേശം ഇത് സോട്ടായി വന്നിട്ടുണ്ട്. കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ എപ്പോഴും സൂക്ഷിച്ച് ആഡ് ചെയ്യുക. മൈദ കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. മൈദ ആഡ് ചെയ്യുമ്പോൾ ഈ നമ്മളിപ്പോൾ അതിൽ ഓൾറെഡി ബട്ടർ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ബട്ടറിൽ കിടന്നിട്ട് കുറച്ച് മൈദ മൊരിയണം. മൊരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. വെള്ളത്തിന് പകരം ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് വെള്ളം ഒഴിക്കുമ്പം അറിയാലോ, ഈ മാവ് വെള്ളത്തിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാവും. ഇതൊരു ക്രീമാണ്, ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ടോസ്റ്റ് ആയി വന്നാൽ കുറച്ച് ടേസ്റ്റ് ആയി. ഇതിലേക്ക് മൈദ ടോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ബോയിൽ
ബോയിൽ ചെയ്ത ചിക്കൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മൈദ കട്ടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, മൈദ ഇട്ടത് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. വൈറ്റ് സോസ് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ ആവശ്യമുണ്ട്, അതാണ് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. പാലിട്ടത് ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്തു. ചീസ് ആക്ച്വലി ഇതല്ല ആഡ് ചെയ്യേണ്ടത്. നമ്മൾ മൊസറല്ല കിട്ടുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. പെട്ടെന്ന് ഇപ്പോൾ കയ്യിലുള്ളത് ആഡ് ചെയ്ത് തോന്നുന്നുള്ളൂ. നമുക്ക് കുറച്ച് അമൂലിന്റെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് ഒറിഗാനോ നമ്മൾ ആഡ് ചെയ്തായിരുന്നു. കുറച്ച് ചില്ലി ഫ്ലേക്സ് ആയിട്ട് കൊടുക്കുന്നത്. കുറച്ച് പെപ്പർ, കുറച്ച് ക്രഷ്ഡ് പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കുക. സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സോസിൽ നമ്മൾ ഏകദേശം കുറച്ച് കൂടുതൽ മാറ്റി വെച്ചായിരുന്നു. വേറെ പിന്നെ നാളത്തേക്ക് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആവശ്യമുള്ള മാത്രം കുറച്ച് സോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോസ് നല്ല സെറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കനും മഷ്റൂമും കൂടെ സോട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ത റെഡി ആയിട്ടുണ്ട്.